എല്ലാവർക്കും എം ജി ഓട്ടോടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു 4-stroke പെട്രോൾ എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ പ്രവർത്തനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഒരു ഡയഗ്രം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആനിമേഷൻ അല്ല, ഡയഗ്രമാണ്. സോ എല്ലാവരും ഈ വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാനൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇത് 4-stroke പെട്രോൾ എഞ്ചിൻ ഡയഗ്രമാണ്. 4-stroke പെട്രോൾ എഞ്ചിൻ എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് നിങ്ങൾക്ക് കാണാം. സ്പാർക്ക് പ്ലഗ് പെട്രോൾ എഞ്ചിൻസിന് മാത്രമാണ് വരുന്നത്. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ അവിടെ ഇഞ്ചക്ടർ ആയിരിക്കും വരിക. ഇനി ഇതിന്റെ പാർട്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് സിലിണ്ടർ, എഞ്ചിന്റെ സിലിണ്ടർ ആണ് ഈ കാണുന്നത്. ഇത് പിസ്റ്റൺ, ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് ക്രാങ്ക് ഷാഫ്റ്റ്. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്, അത് കാണാം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് ക്രാങ്കിൻ്റെ ബെയറിങ്ങാണ് വരുന്നത്. ഇതുണ്ടോ, രണ്ട് ബെയറിങ് അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പിസ്റ്റൺ കണക്ട് ചെയ്യുന്നു. ഈ രീതിയിലായിരിക്കും മേലോട്ടും താഴോട്ടും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. കണ്ടോ, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് ക്രാങ്ക്. ഇത് ക്രാങ്ക് കേസാണ്. ക്രാങ്ക് കേസിനുള്ളിൽ ഓയിൽ കിടപ്പുണ്ട്. ഓയിൽ സമ്പാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വാൽവ് ഉണ്ട് ഇവിടെ. ഇൻലെറ്റ് വാൽവും ഇത് എക്സോസ്റ്റ് വാൽവും. ഇൻലെറ്റ് വാൽവ് വഴി പെട്രോൾ എയർ മിക്സ്ചർ ആയിരിക്കും കാർബറേറ്റർ വാഹനങ്ങൾക്ക് വരുന്നത്. ഇതിപ്പം ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ഇഞ്ചക്ടറാണ് ഈ ഒരു പോർഷനിൽ. അപ്പോൾ ഇതിലെ എയറും വരും. ഇവിടെ പെട്രോൾ ഇഞ്ചക്ട് ചെയ്ത് ഇവിടെ വെച്ചാണ് മിക്സിങ് നടക്കുന്നത്. അതാണ് ഈ ഫ്യൂൽ ഇഞ്ചക്ഷനും കാർബറേറ്ററും തമ്മിലുള്ള ഇൻലെറ്റിന് വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സ്പാർക്ക് പ്ലഗിലോട്ട് ഹൈ വോൾട്ട് ഹൈ കറണ്ട് കൊടുക്കുന്നത് ഇഗ്നിഷൻ യൂണിറ്റ് ആണ്. എക്സോസ്റ്റ് നേരെ പോകുന്നത് സൈലൻസറിലോട്ടോ അല്ലെങ്കിൽ മഫ്ലറിലോട്ടോ ആണ്. ഇനി പറയുകയാണെങ്കിൽ ഈ പിസ്റ്റണെ ഈ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കണക്റ്റിംഗ് റോഡാണ്. പിസ്റ്റൺ ഇത് TDC, ടോപ്പ് ഡെഡ് സെന്റർ, ആൻഡ് BDC, ബോട്ടം ഡെഡ് സെന്റർ. പിസ്റ്റന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് TDC തൊട്ട് BDC വരെയാണ്, അതുപോലെ BDC തൊട്ട് TDC വരെ. ഇവിടെ ഉണ്ടാകുന്ന ഒരു റോട്ടറി മോഷനും ഇവിടെ ഉണ്ടാകുന്ന ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനുമാണ്. ഇനി എങ്ങനെ എഞ്ചിൻ പ്രവർത്തിക്കുന്നു പറഞ്ഞുതരാം. നമ്മൾ കിക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് വണ്ടിയുടെ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ചെയ്യുന്നത് ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുവാണ്. റൊട്ടേറ്റ് എന്ന് വെച്ചാൽ റോട്ടറി മോഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. ഇത് കറങ്ങി ഇവിടെ എത്തുമ്പോൾ ഈ പിസ്റ്റൺ താഴ്വശത്തായിരിക്കും. കാരണം നമ്മൾ ഈ ക്രാങ്കിന്റെ ഈ ഒരു എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് പിസ്റ്റണുമായിട്ടാണ്. അത് കണക്റ്റിംഗ് റോഡ് ഉപയോഗിച്ച്. സോ പിസ്റ്റൺ താഴെ എത്തും. താഴെ എത്തുന്ന പറഞ്ഞാൽ TDC തൊട്ട് BDC വരെ പിസ്റ്റൺ ഇപ്പോൾ എത്തി. ഈ സമയത്ത് ഈ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. സോ ഇതിന് പറയുന്ന പേരാണ്, TDC നിന്ന് BDC യോട് പിസ്റ്റൺ പോകുന്ന സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണെന്ന് പറയുന്ന പേരാണ് സക്ഷൻ സ്ട്രോക്ക്. ഈ സമയത്ത് സക്ഷൻ ക്രിയേറ്റ് ആവും. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഈ സിലിണ്ടറിനുള്ളിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും ഒത്തിരി താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്രോൾ എയർ മിക്സ്ചറിനെ ഇത് സിലിണ്ടറിനുള്ളിലോട്ട് വലിച്ചെടുക്കും. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഇപ്പം പിസ്റ്റൺ നിൽക്കുന്നത് BDCയിലാണ്. ഇനി BDCയിൽ നിന്ന് ഇത് TDCയിലോട്ട് പോകുന്ന സമയം, അതായത് ക്രാങ്ക് വീണ്ടും കറങ്ങുവാണ്. കറങ്ങി ഇത് മേളിലെത്തുന്ന സമയത്ത് പിസ്റ്റൺ വീണ്ടും കറങ്ങി മേളിലെത്തും. എത്തുന്ന സമയത്ത് ഇതിനുള്ളിൽ പെട്രോൾ എയർ മിക്സ്ചറിന് ഇത് കംപ്രസ് ചെയ്യും. കാരണം ആ സമയത്ത് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. ഈ സമയത്ത് പെട്രോൾ എയർ മിക്സ്ചറിന് വേറെ എങ്ങോട്ടും പോകാൻ സ്ഥലമില്ല. സോ ഇതിനെ കംപ്രസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിന് പറയുന്നതാണ് കംപ്രഷൻ സ്ട്രോക്ക്. ഇനി കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡിൽ ആണ് നമുക്ക് പവർ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പവർ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സ്പാർക്ക് പ്ലഗിൽ കൂടെ ഒരു സ്പാർക്ക് കൊടുക്കും. സോ നിങ്ങൾക്ക് അറിയാം, ഇതിനുള്ളിൽ ഇപ്പം പെട്രോൾ എയർ മിക്സ്ചറിനെ കംപ്രസ് ചെയ്ത് നിർത്തിയേക്കാണ്. ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുന്ന സമയത്ത് ഒരു സ്പാർക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ എക്സ്പ്ലോഷൻ നടക്കും. എക്സ്പ്ലോഷൻ നടക്കുന്നതിന് ഫലമായിട്ട് ഈ രണ്ട് വാൽവ് അടഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ ഒരു പവർ, ഈ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പിസ്റ്റന്റെ ടോപ്പിലോട്ടാണ് എനർജി വരുന്നത്. സോ പിസ്റ്റൺ ഇതിനെ ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ പിടിച്ച് താഴോട്ടാക്കും, കറക്കും. അതായത് TDCയിൽ നിന്ന് BDCയിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്യും. അപ്പോൾ ഇത്രയും കറങ്ങിക്കഴിഞ്ഞാൽ ക്രാങ്കിന്റെ നിങ്ങൾക്ക് അറിയാം, ഇവിടെയാണ് ക്രാങ്ക് ഫിക്സ് ചെയ്തേക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കറങ്ങി മേലോട്ട് ചെല്ലുമ്പോൾ കത്തിക്കഴിഞ്ഞ പുകയെ ആ സമയത്ത് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് ഇതുവഴി പുക പുറത്തോട്ട് പോകും. അതിനാണ് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. എക്സോസ്റ്റ് സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ഓപ്പണും ആയിരിക്കും.
ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 സ്ട്രോക്ക് കൊണ്ടാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ 2 ഫുൾ റൊട്ടേഷനും. അതായത് ഫസ്റ്റ് വരുന്നത് സക്ഷൻ സ്ട്രോക്ക്. നമ്മളിവിടെ പറഞ്ഞ പോലെ സക്ഷൻ സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൽവ് ഓപ്പണും എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡും ആയിരിക്കും. ഈ സമയത്ത് പിസ്റ്റൺ BDCയിലോട്ട് മൂവ് ചെയ്യുന്നു. ആ സമയത്ത് ക്രാങ്ക് ഒരു 180 ഡിഗ്രി കറങ്ങി ഇവിടെ എത്തുന്നു. അപ്പം പിസ്റ്റൺ BDCയിൽ വീണ്ടും അടുത്ത 180 ഡിഗ്രി ക്രാങ്ക് വീണ്ടും കറങ്ങി ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്കിന് പിസ്റ്റൺ DDCയിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആണ്. ഇതിനാണ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡിൽ സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് ഉണ്ടാകുന്നു. കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ ബേൺ ആവുന്നതിന്റെ ഇതില് ഈ പിസ്റ്റൺ വീണ്ടും TDCയിൽ നിന്ന് BDCയിലോട്ട് എത്തുന്നു. TDCയിൽ നിന്ന് BDCയിലോട്ട് എത്തുമ്പോൾ വീണ്ടും ക്രാങ്ക് ഒരു 180 ഡിഗ്രി കറങ്ങി ഇവിടെ എത്തി നിൽക്കുന്നു. അടുത്തത് എക്സോസ്റ്റ് സ്ട്രോക്ക് ആണ്. കത്തിക്കഴിഞ്ഞ പുകയെ പുറത്തോട്ട് വിടാൻ വേണ്ടി വീണ്ടും ഈ ഒരു ക്രാങ്ക് 180 ഡിഗ്രി കറങ്ങി ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ BDCയിൽ നിന്ന് പിസ്റ്റൺ DDCയിൽ എത്തും. അപ്പം എക്സോസ്റ്റ് വാൽവ് ഓപ്പണും ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡും ആയിരിക്കും. ഈ സമയത്ത് കത്തിക്കഴിഞ്ഞ പുക ഇതിലെ എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തോട്ട് പോകുന്നു. ഇവിടെയാണ് മഫർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായത് 4 സ്ട്രോക്ക് കൊണ്ടാണ് ഒരു സൈക്കിള് 4 സ്ട്രോക്ക് എഞ്ചിന് കംപ്ലീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ 2 ഫുള്ള് ക്രാങ്ക് റൊട്ടേഷനും കൊണ്ടാണ് ഒരു കംപ്ലീറ്റ് സൈക്കിള് നടക്കുന്നത്. ഇനി പറയുകയാണെങ്കിൽ എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ്. എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റം പറയുമ്പോൾ ഇവിടെ എഞ്ചിൻ ഓയിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എഞ്ചിൻ ഓയിലിനെ എഞ്ചിന്റെ ഹെഡിലോട്ട് പമ്പ് ചെയ്തെത്തിക്കുന്നത് എഞ്ചിൻ ഓയിൽ പമ്പാണ്. ഈ പമ്പ് ക്രാങ്ക് ഷാഫ്റ്റോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഐഡിയൽ RPM, അതായത് സ്ലോ സ്പീഡ് ഒരിക്കലും എഞ്ചിന്റെ കുറച്ചിടരുത്. കുറച്ചിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഹെഡിൽ ലൂബ്രിക്കേഷൻ നടക്കാത്ത അവസ്ഥ വരും. അതായത് ഈ ഓയിൽ പമ്പിന് സ്പീഡ് കുറയുമ്പം ഇതുവഴിയുള്ള പമ്പിങ്ങും കുറയും. അപ്പം അധികം ഓയിൽ ഇങ്ങോട്ട് പമ്പ് ചെയ്യാത്ത അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്യാം ഷാഫ്റ്റ്, റോക്രാം, വാൽവുകളെല്ലാം തേയ്മാനാവും. ഹെഡിലെത്തുന്ന ഈ ഓയിൽ ക്യാം ഷാഫ്റ്റ്, വാൽവ്, റോക്രാം അതുപോലെ തന്നെ ടോപ്പിലുള്ള ഹീറ്റിനെ ലൂബ്രിക്കേറ്റ് ചെയ്ത് കൂൾ ചെയ്ത് നേരെ താഴെ എത്തുന്ന ഇവിടെ ഓയിൽ സമ്പിൽ എത്തുന്നു. ഇതാണ് ഒരു എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റം ആയിട്ട് പറയുന്നത്. അതുപോലെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഇതിൽ ഡിപ്പ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് ഈ ഒരു ഷാഫ്റ്റും ലൂബ്രിക്കേഷൻ ആകുന്നു. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനോടൊപ്പം ഗിയർ ബോക്സ് ഉണ്ട്. ഗിയർ ബോക്സ് ബൈക്കിലൊക്കെ ആണെങ്കിൽ ഗിയർ ഓയിൽ സെപ്പറേറ്റ് അല്ല, ഒരുമിച്ചാണ് വരുന്നത്. ഈ എഞ്ചിൻ ഓയിൽ തന്നെയാണ് ഗിയർ ബോക്സിൽ യൂസ് ചെയ്യുന്നത്. കാറാണെങ്കിൽ അഡീഷണൽ ഗിയർ ബോക്സ് ഓയിലുണ്ട്, അതാണ് കാറിന് യൂസ് ചെയ്യുന്നത്. പിസ്റ്റൺ റിങ്സ് ആണ്. പിസ്റ്റൺ റിങ്സ് 2 ടൈപ്പാണ് വരുന്നത്. കംപ്രഷൻ റിങ് മേളിൽ വരുന്നുണ്ട്, തൊട്ട് താഴെ ഓയിൽ റിങ് വരുന്നുണ്ട്. കംപ്രഷൻ റിങ്ങിന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ കംപ്രഷനെ പ്രിവെന്റ് ചെയ്യുക. കംപ്രഷനെ ഈ പിസ്റ്റന്റെ ഈ സൈഡിൽ കൂടെ നേരെ സിലിണ്ടറിന്റെ ഉള്ളിലോട്ട്, അതായത് ക്രാങ്ക് കേസിന്റെ ഉള്ളിലോട്ട് പോകാതെ ഇതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ കംപ്രഷൻ റിങ് യൂസ് ചെയ്യുന്നത്. ഈ കംപ്രഷൻ റിങ് പോയി കഴിയുമ്പോഴാണ് വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിക്കർ ഫ്രീ ആയിട്ട് പോകുന്നതായിട്ടൊരു ഫീലിംഗ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ആകാത്ത അവസ്ഥ, പിന്നെ ഓടുന്ന സമയത്ത് വണ്ടി നിന്ന് പോവുക എന്നുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓയിൽ റിങ് ആണ്. ഓയിൽ റിങ്ങിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ഓയിൽ, ഇവിടെ ഫുള്ള് ഓയിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോർഷനിൽ. അതായത് ക്രാങ്ക് കേസിന്റെ ഉള്ളിലും സിലിണ്ടറിന്റെ ഏറ്റവും ബോട്ടം പോർഷനിലും. ഇപ്പം ഇവിടെ ഉള്ള ഓയിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ കൊണ്ട് ഈ ഓയിൽ നേരെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫയറിങ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെല്ലുന്ന ഓയിൽ കത്തിപ്പോവും. അങ്ങനെ കത്തിപ്പോകുമ്പോഴാണ് വൈർ സ്മോക്ക് വണ്ടിക്ക് വരുന്നത്. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഓയിൽ റിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഓയിൽ റിങ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഡാമേജ് ആവുമോ, അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഓയിൽ മാറാതെ ഓടിക്കുന്നതുകൊണ്ട് ഓയിൽ റിങ്ങിന് തേയ്മാനം ഉണ്ടായി കഴിയുമ്പോഴാണ് വണ്ടിക്ക് വെള്ളപ്പുക വരിക എന്നുള്ള കംപ്ലൈന്റ് വരുന്നത്. അപ്പൊ ഇതാണ് മെയിനായിട്ട് റിങ്സിന്റെ പ്രവർത്തനം വരുന്നത്. മെയിനായിട്ട് കംപ്രഷനെ പ്രിവെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓയിൽ കത്തിപ്പോകാതെ ഓയിലിനെ പ്രിവെന്റ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഒരു ബേസിക് എഞ്ചിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് 4 സ്ട്രോക്കിൻ്റെത്. 2 സ്ട്രോക്ക് എഞ്ചിൻ ഇതിന് ഒത്തിരി വ്യത്യാസമുണ്ട്. 2 സ്ട്രോക്ക് ഒറ്റ റൊട്ടേഷൻ കൊണ്ടാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 സ്ട്രോക്ക് എഞ്ചിൻസിന് പവർ കൂടുതലും സ്പീഡ് കൂടുതലും, പക്ഷെ അതിൽ ഒത്തിരി പൊല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സൗണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് 4 സ്ട്രോക്ക് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. മൈലേജും കൂടുതൽ 4 സ്ട്രോക്കിന് തന്നെയാണ്. ഇത് ഹാഫ് കട്ട് ചെയ്ത ഒരു 4 സ്ട്രോക്ക് എഞ്ചിനാണ്, ബൈക്കിൻ്റേതാണ്. നമുക്ക് നോക്കുമ്പോൾ കാണാം, പിസ്റ്റൺ കാണാം, കണക്റ്റിംഗ് റോഡ് കാണാം, ക്രാങ്ക് ഷാഫ്റ്റ് കാണാം, സ്പാർക്ക് പ്ലഗ് കാണാം, മേളിലൊരു വാൽവ് കാണാം. തൊട്ടിങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ഈ കാണുന്നതാണ് ക്ലച്ച് അസംബ്ലി, തൊട്ടിപ്പുറത്തത് ഫ്ലൈ വീല്. ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇച്ചിരിയുടെ പിക്ചോറൽ വ്യൂ കിട്ടും നിങ്ങൾക്ക്, അതിനുവേണ്ടിയാണ് ഇതിൻ്റെ വീഡിയോ എടുത്തിപ്പോൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പം ഈ പിസ്റ്റണിൻ്റെ ടോപ്പിൽ 3 വര കാണാം നമുക്ക്.
ആ വര വരുന്നത് ഫസ്റ്റ് വര വരുന്നത് കംപ്രഷൻ റിംഗ് ആണ്, സെക്കൻഡ് വരുന്നതും സെക്കൻഡ് കംപ്രഷൻ റിങ്ങും, തേർഡ് വരുന്നതാണ് ഓയിൽ റിങ്. ശരിക്കും ഇതിനകത്ത് റിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, അത് ഉള്ളിലോട്ട് കയറിയാണ് ഇരിക്കുന്നത്, കാരണം ഇത് സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കാണാത്ത. ഈ കട്ടിങ്ങിൻ്റെ ഉള്ളിൽ റിങ്സ് ഉണ്ട്. തൊട്ട് മേളിൽ കാണുന്ന വാൽവാണ്, വാൽവിൻ്റെ മേളിൽ സ്പ്രിങ്, റിട്ടേൺ സ്പ്രിങ് ആണത്. വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന റിട്ടേൺ ചെയ്യാൻ ഫംഗ്ഷന് വേണ്ടിയാണ് ഈ സ്പ്രിങ് കൊടുത്തിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് സ്പാർക്ക് പ്ലഗ് ആണ്, സ്പാർക്ക് പ്ലഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമ്പ് ഷാഫ്റ്റ്, ഈ കാണുന്ന ക്യാമ്പ് ഷാഫ്റ്റാണ്, ഇതാണ് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയും പാർട്സാണ് ഹെഡിൽ വരുന്നത്. നമ്മൾ നേരത്തെ ഹെഡിലെ ഓയിൽ പമ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. മെയിനായിട്ട് ഈ വീഡിയോ എന്ന് ഉദ്ദേശം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുക, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ എന്താണ് ഉള്ളിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക, അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.